സതീഷ്, നമുക്കറിയാം കുറേ കാലത്തിന് ശേഷമായിരുന്നു ഡൽഹിയിൽ, അതായത് ഒരു ഭീകരാക്രമണം, അത്രത്തോളം മനുഷ്യർ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭീകരാക്രമണം. കൃത്യമായിട്ട് പറഞ്ഞാൽ 10-11 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം അങ്ങനെയുള്ള ഗുരുതരമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്രമണമാണ് ഡൽഹിയിൽ നടന്നത്. അപ്പോൾ അത് കുറച്ച് നാളായി, അതിന് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യലുകളും അതിൻ്റെ വിവരങ്ങളുമൊക്കെ പുറത്തു വരുമ്പോൾ കുറച്ചൊരു വലിയ പ്ലോട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് വലിയൊരു പ്ലോട്ട് എന്നല്ല പറയാം, അതൊരു മെഗാ പ്ലോട്ടായിരുന്നു. അത് ഇതുവരെ അതിനൊരു അവസാനവുമായിട്ടില്ല. പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം മെയിൻ ആയിട്ട് 9 അക്യൂസ്ഡ് ആണ് ഉള്ളത്. 9 പേരെയാണ് ഇതുമായിട്ട് അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് പറയപ്പെടുന്നത്. അത് അവരുടെ പ്ലാന് ഇപ്പോൾ കേട്ടിടത്തോളം വെച്ച് ഡൽഹിയിൽ ബ്ലാസ്റ്റ് നടത്തുക എന്നുള്ളത് phase 1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് NCR സൈഡ് അടുത്ത ഫേസ്, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്ത്യയിലെ ബാക്കി പട്ടണങ്ങളിൽ പിന്നീടുള്ള ഘട്ടം ഘട്ടമായിട്ട് എല്ലായിടത്തും ബ്ലാസ്റ്റ് നടത്തുക എന്നുള്ളതായിരുന്നു. ഈ പ്ലാൻ എല്ലാം പൊളിയുന്നത് അവിടെ കശ്മീരിൽ ഒരു പോസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയ ഒരു പോസ്റ്റർ കണ്ട് ആ പോസ്റ്ററിൻ്റെ അത് ഒരു പോലീസുകാരൻ കാണുകയും, പോലീസുകാരനല്ല എസ് പി ആണ്, അങ്ങനെ അദ്ദേഹം കാണുകയും അദ്ദേഹം ഇത് വെറുതെ വിടാതെ ഇതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്രയും വലിയൊരു പ്ലോട്ട് പുറത്തേക്ക് വരുന്നത്. ഈ പോസ്റ്ററിന് ഇതിൻ്റെ അകത്ത് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പോസ്റ്ററിന് ഇതിൻ്റെ അകത്ത് വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. മെയിനായിട്ട് 9 പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കടക. മുഹമ്മദ് ഷക്കീൽ എന്ന് പറയുന്ന അങ്ങനെയാണ് ആദ്യമേ അറസ്റ്റ് ചെയ്യുന്നതും. അയാളുടെ അടുത്തു നിന്നാണ് 2600 കിലോ 26 ക്വിൻ്റൽ എക്സ്പ്ലോസീവ്സ് പിടിക്കുന്നതും ആദ്യമേ. അങ്ങനെ തന്നെയാണ് 26 ക്വിൻ്റൽ ഇത് വളം വാങ്ങിച്ച് അതും യൂറിയയുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒരു ഫ്ലോർ മില്ലിൽ, അതായത് നമ്മുടെ ഈ അരിയൊക്കെ പിടിപ്പിക്കുന്ന ടൈപ്പ് മില്ലിലിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ എക്സ്പ്ലോസീവ് ആക്കി മാറ്റുന്നത് ഈ മുഹമ്മദ് ഷക്കീലായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ AK-47 6.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു AK-47 മേടിക്കുന്നു. അതും ഈ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്തു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ആദ്യം അറസ്റ്റിലായ വലിയൊരു ഇത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു അവസാനം, ഇയാളെ പോക്കി അപ്പോൾ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അന്വേഷിച്ച് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഡൽഹിയിലുണ്ടെന്നുള്ളത്. അങ്ങനെയാണ് അന്വേഷണം ഡൽഹിയിലേക്ക് വരുന്നതും. ഈ ഉമർ നബി എന്ന് പറയുന്ന ആൾ ഒരു വണ്ടിയിൽ എക്സ്പ്ലോസീവ്സുമായിട്ട് പോകുന്നു, ബ്ലാസ്റ്റ് ആവുന്നു. ജാവേദ് അഹമ്മദ് സിദ്ദിഖി അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്നു. ഇങ്ങേരുടെ യൂണിവേഴ്സിറ്റിക്ക് അക്രഡിറ്റേഷൻ പോലും ഇല്ലെന്നാണ് പറയുന്നത്. ആ സാധനം അങ്ങേര് ഫോർജ് ചെയ്ത്, അതായത് സ്റ്റേറ്റിന് ഡയറക്റ്റ് വിസിബിലിറ്റി ഉള്ള ഒരു സാധനം ഫോർജ് ചെയ്ത് ഉണ്ടാക്കി ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാക്കിയ മഹാനാണ്. തീർന്നില്ല, ആ യൂണിവേഴ്സിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 400 കോടി രൂപയോളം ഇയാൾ സൈഫൺ ചെയ്തു. എന്നിട്ട് അങ്ങേരുടെ മകൻ UK ഈ മകൻ വഴി പൈസ റീറൗട്ട് ചെയ്തു. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് 400 കോടി രൂപ. അങ്ങേര് EDയുടെയും NIAയുടെയും ഒന്നും ഇതിന്ന് ജന്മം കാലത്ത് വെളി വരാൻ പോകുന്നില്ല. അമ്മാതിരി ഉടായ്പാണ് പുള്ളി കാണിച്ചത്. അടുത്തത് ആരിഫ് നിസാർ ദർ എന്ന് പറഞ്ഞിട്ട് ഒരു OGW അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു OGW ഓവർഗ്രൗണ്ട് വർക്കർ, അതായത് ഈ ടെററിസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാശ്മീർ സൈഡിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുന്നത് OGW എന്നുള്ളതാണ്. അങ്ങനെ ഒരു OGW ആയിട്ട് കണ്ടിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്.
അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സിം പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇയാളുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കാശ്മീരി പെൺകുട്ടികളുടെ കോംപ്രമൈസിങ് ആയിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസൊക്കെ ഫോൾഡറിലിട്ട് ഓരോന്നും സ്പെസിഫിക് ഫോൾഡറിലിട്ട് ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ അല്ല, ഇത് ഇൻ പ്രോഗ്രസ്. അതായത് ഈ സ്ത്രീകളെയൊക്കെ ലൈംഗികമായിട്ട് ഉള്ള ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇത് വെച്ച് അവരെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് റിങ് വലുതാക്കുന്ന പരിപാടിയായിരുന്നു അയാൾക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് കൊറിയറായിട്ടും അവരെ കൊണ്ട് സിമ്മ് വാങ്ങിപ്പിച്ചും അവരുടെ ഐഡിയിൽ സിം എടുപ്പിച്ചും ഒക്കെ അവരെ ഉപയോഗിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അടുത്തത് ബിലാൽ നസീർ മല്ല. ഇയാൾ അൽഫല യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഒരു ഡോക്ടറായിരുന്നു. ഇയാൾ സേഫ് ഹൗസും ബാക്കിയുള്ള സംഗതികളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രസം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഫാദർ ജമ്മു കാശ്മീർ പോലീസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസറാണ്. അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാളുടെ അച്ഛൻ്റെ ചേട്ടനോ മറ്റേ ജമ്മു കാശ്മീർ പോലീസിലെ റിട്ടയർഡ് ആയിട്ടുള്ള DYSP ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഡോക്ടറും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് എന്തുമാത്രം സംഗതികൾ മൊബിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കണം. അങ്ങനെ അടുത്തത് മൗലവി ഇർഫാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ഒരു കിങ് പിന്നായിട്ട്. ഇങ്ങനെ മാസ്റ്റർ മൈൻഡ് ഇയാളല്ല. മാസ്റ്റർ മൈൻഡ് അങ്ങ് ISIയുടെ തലപ്പത്തുനിന്ന് തന്നെയാണ് ഈ സംഗതി വന്നിട്ടുള്ളത്. മുസാഫർ റാവുത്തർ എന്ന് പറയുന്ന ഒരാൾ ISIയുടെ ആളായിട്ട് വന്ന് ഈ ബ്ലാസ്റ്റ് നടക്കുന്നതിന് ഈ സംഗതിയൊക്കെ പതിയെ പോലീസ് പൊക്കി തുടങ്ങിയപ്പോൾ അങ്ങേര് സ്ഥലം വിട്ടു. നഗ്രഹാർ പ്രൊവിൻസിൽ ആളിപ്പോൾ ഉണ്ട്. നഗ്രഹാർ പ്രൊവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയുടെയും ISKPയുടെയും സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ചെന്നാൽ ആരും പൊക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി താമസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം കേൾക്കാം. ഈ പേരെഴുതി വെച്ച് അജ്ഞാതൻ, അത് ഉറപ്പാണ്. ആ മുസഫർ റാവത്തറുടെ കാര്യത്തിൽ അജ്ഞാതൻ ഒരു വാഗ്ദാനമാണ് അയാൾ. അങ്ങനെ പ്രൊക്ലെയിംഡ് ഒഫൻഡറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി ഒരു ലുക്കൗട്ട് നോട്ടീസൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുകയാണ്. മൗലവി ഇർഫാൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും ഐഡിയോളജിക്കലായിട്ട് ഇവരെ കൺവേർട്ട് ചെയ്യുന്നതിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന കിങ് പിൻ. ഇങ്ങനെയാണ് ഈ അറസ്റ്റിലായ ഇതിൽ കോർ മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്തതും അവരെ റാഡിക്കലൈസ് ചെയ്തതും ഒക്കെ ഇയാളായിരുന്നു. ഇയാളുടെ റെസിഡൻസിൽ ഇങ്ങനെ താമസ സ്ഥലത്ത് റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റാഡിക്കലി കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സെർമൺസ്, അതായത് ഈ മതപരമായ വചന പ്രഘോഷണമല്ല, അല്ലാതെ റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സംഗതികൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് ഇയാളുടെ അടുത്ത് നിന്ന് കിട്ടി. കാശിൻ്റെ പാക്കറ്റുകൾ കിട്ടി. ആക്ടിവേറ്റ് ചെയ്ത് 7 ദിവസം മാത്രം യൂസ് ചെയ്യുക, മറ്റേ നമ്പർ മാറുക, അങ്ങനെയുള്ള സിമ്മുകൾ കിട്ടി. തീർന്നില്ല. ഇർഫാൻ്റെ താമസ സ്ഥലത്ത് നിന്ന് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോണുകൾ കിട്ടി. പിന്നെ റൂട്ടുകൾ, എങ്ങനെ ഏത് വഴിക്ക് പോകണമെന്നുള്ള എഴുതിയ റൂട്ടുകൾ കിട്ടി. അതുപോലെ തന്നെ കോഡ് നെയിമിൽ എഴുതിയിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുകൾ. ആളാരാന്നുള്ളത് അറിയാൻ പാടില്ല. കോഡ് നെയിമിൽ എഴുതിയിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുകൾ, ആ കോണ്ടാക്ട് നമ്പറുകളും എന്താ പറയുക എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കോഡ്, അത് മുഴുവൻ കൈ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിലൊരു പേരും ഇതുവാന്ന് തോന്നും. അങ്ങനെ ഒരാളുമില്ല, അങ്ങനെ ഒരു നമ്പരും ഇല്ല. അപ്പോൾ അത് എൻക്രിപ്റ്റഡ് ആണ്. അത് മുഴുവൻ ഹാൻഡ് റിട്ടൺ എൻക്രിപ്ഷൻ അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ ISIയുടെ അല്ലെങ്കിൽ ഈ ISI അത് ഓൾഡ് സ്കൂൾ മറ്റേ ചാരസംഘടനകളുടെ ക്രാഫ്റ്റാണത്. മനസ്സിലായില്ലേ? അതവിടെ ഉണ്ട്. ഇത് മുഴുവൻ ISIയുടെ കയ്യൊപ്പുണ്ട് ഇതിൻ്റെ അകത്ത്, ഓരോന്നും ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത്. അടുത്തത് യാസിർ അഹമ്മദ് ധർ, ബാക്കപ്പ് സൂയിസൈഡ് ബോംബർ. അതായത് ഉമർ നബിക്ക്
ഏതെങ്കിലും രീതിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല, അയാൾ അറസ്റ്റിലാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പിൽ നിർത്തിയിരിക്കുന്നത്. അയാൾ റിസർവിലെ ആദ്യത്തെ ആള്. അപ്പോൾ ഇനിയുണ്ട്. പിന്നെ ആദ്യത്തെ ആള് ഈ യാസർ അഹമ്മദ് ധറിന്റെ ബായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് ബോംബറായിട്ട് പോകുന്നതിന് മുമ്പ് അവർ ഒരു ഓത്തെടുക്കും, പ്രതിജ്ഞ. അത് എഴുതിയത് റെക്കോർഡ് ചെയ്ത് മറ്റേ ഇർഫാന്റെ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ യാസർ അഹമ്മദ് ധറിനെ കിട്ടുന്നത്. നേരിട്ട് ഇയാൾ മറ്റേ ഉമർ നബിയായിട്ട് അയാൾ മരിക്കുന്നത് വരെ കോണ്ടാക്റ്റിലായിരുന്നു യാസർ അഹമ്മദ് ധർ. അടുത്ത് മുഹമ്മദ് സാജിദ്, 19 വയസ്സുള്ള നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അറിയാലോ, എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അയാളെ 27 ദിവസം കൊണ്ടാണ് ഈ ഇർഫാൻ റാഡിക്കലൈസ് ചെയ്ത് എടുത്തത്. മാത്രമല്ല, ഈ ഇർഫാൻ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇർഫാനാന്ന് പറഞ്ഞല്ലോ. അയാൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെയൊക്കെ കിട്ടി ഏകദേശം ഒന്നായി വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഫേസ് ബൈ ഫേസ് ആയിട്ടായിരുന്നു മുമ്പോട്ട് ഇവരുടെ റാഡിക്കലൈസേഷനും ഇവരുടെ ഒരു റെഡിനെസ്സും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ടാസ്ക് എന്തായിരുന്നു എന്നറിയോ? പോസ്റ്റർ ഒട്ടിക്കുക. ഒരു പോസ്റ്റർ കൊടുക്കും, അത് ഇന്നടുത്ത് കൊണ്ട് ഒട്ടിക്കാൻ പറയും. അങ്ങനെ കൊണ്ട് ഒട്ടിച്ചതിലൊരു പോസ്റ്ററാണ് ആദ്യമേ ISP കാണുന്നതും അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകുന്നത്. എന്നിട്ട് ആ പോസ്റ്റർ മര്യാദയ്ക്ക് ഒട്ടിക്കാൻ അതായത് ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു അപകടം വരുന്നത് പോലെ തോന്നുമോ, പേടി തോന്നുമോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ പിന്നെ എടുക്കില്ല, അവൻ ഔട്ട്, അവൻ ഫിൽറ്റേഡ് ഔട്ട്. അത് മര്യാദയ്ക്ക് പേടി തോന്നാതെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനെ അടുത്ത ടാസ്ക് കൊടുക്കും. പണ്ട് ഓർക്കുന്നുണ്ടോ, ഒരു കേരളത്തിൽ ഒരു സ്ഥലത്ത് പട്ടികൾക്ക് വെട്ടുകൊണ്ട, ഒരു സ്ഥലത്തല്ല ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ടെസ്റ്റുകളായിരുന്നു. അതുപോലുള്ള ടെസ്റ്റ് ചെയ്ത് ആണ് ഇങ്ങനെ ഒരു ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് 27 ദിവസം കൊണ്ട് മറ്റേ സാജിദിനെ റാഡിക്കലൈസ് ചെയ്ത് റെഡിയാക്കി. സാജിദ് ബാക്കപ്പ് ബോംബറായിരുന്നു. സാജിദിന്റെ ബായത്ത് കിട്ടി, സാജിദിന്റെ പ്രതിജ്ഞ കിട്ടി. 2 ബാക്കപ്പ് ബോംബേഴ്സിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തീർന്നില്ല. ഇർഫാന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സിമ്മുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ വേറെ 4ഓളം ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരെ ഇപ്പോൾ കാണാനില്ല. മീൻസ് ദെയർ ഔട്ട് ദെയർ. ആൾക്കാർ ഇനിയും ഉണ്ട്. അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയ ആൾക്കാർ ഇനിയും സമൂഹത്തിലുണ്ട്. ഈ ഇർഫാൻ ഇതിപ്പോൾ ഒരു സെല്ലാണ് ഈ അറസ്റ്റ് ചെയ്ത് പോയത്. ആ ഒരു സെല്ലിൻ്റെ അടുത്ത് നിന്നാണ് 26 കിൻഡൽ സ്ഫോടക വസ്തുക്കൾ കിട്ടിയത്. ഇതുപോലെ വേറെയും സെല്ലുണ്ട്. അതായത് ഒരു കുറേ കാലങ്ങളായിട്ട് 2023 തുടങ്ങിയ പണിയത്. അതെ, ഈ ഒരു മൊഡ്യൂള് 2023 മുതൽ പ്ലാൻ ചെയ്തിട്ടാണ് 25-ൽ ബോംബ് പൊട്ടിയത്. അതെ. അപ്പോൾ എത്ര പ്ലാനിങ് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിപ്പോൾ ബോംബ് പൊട്ടി, ഇപ്പോൾ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ അവർക്ക് ഒരു പ്രാവശ്യം ജയിച്ചാൽ മതി, നമുക്ക് ഒരു പ്രാവശ്യം തോറ്റാൽ മതി, പ്രശ്നമായി കഴിഞ്ഞല്ലോ. കാര്യം സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇത്രയും പ്ലാനിങ്ങോടുകൂടി നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ മൊഡ്യൂളുകൾ പലയിടത്തും ഉണ്ടെന്നാണ്. സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറയുന്നത് ചുമ്മാതല്ല. ആ സ്ലീപ്പർ സെല്ലുകൾ ട്രെയിനിങ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഈ ഒരു പരിപാടിക്കായിട്ട് ഇവർ ലോക്കലി കണ്ടെത്തിയ ഫണ്ട് 26 ലക്ഷം രൂപ മറ്റാണ്. അത് ലോക്കലായിട്ട് കിട്ടിയതാണ്, അത് പുറത്തുനിന്നൊന്നും വന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ദേ യൂസ് ടു ഫോളോ ദ മണി. പൈസ പോകുന്നത് കണ്ടിട്ടായിരുന്നു പലതും പൊക്കിയിട്ടുള്ളത്. പൈസ ഒരു പരിധിയിൽ കൂടുതൽ പൈസ അല്ലെങ്കിൽ കാരണമില്ലാതെ പൈസ വന്നു കഴിയുമ്പോൾ അതിനെ ദേ യൂസ് ടു ഫോളോ ദ മണി. അപ്പോൾ ഒരു ആക്ടിവിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആർക്കാണ് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്കറിയാം ഇങ്ങനെ അത് അതിൻ്റെ പുറകെ പതിയെ സർവൈലൻസും ഒക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ പരിപാടി നിർത്തി. ലോക്കലി ഫണ്ട് കണ്ടെത്തണം. ലോക്കലി ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അന്വേഷണ ഏജൻസികൾക്ക് അറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഭാരതത്തിലെ 2 സിറ്റിസൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഇട്ട് കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് വരില്ല.
അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. അല്ല, ഈ അന്ന് ഹാദിയ വിഷയത്തിൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ കോടികളാണല്ലോ പിടിച്ചത്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ധുരന്തർ സിനിമയിൽ പറഞ്ഞ പോലെ ഈ ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകളെ നമുക്ക് നേരിടാം, ഇൻസൈഡിലുള്ളവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പാകിസ്ഥാൻ രണ്ടാമതാണ്, അകത്തുള്ളവരാണ് അതിലും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഷക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇർഫാൻ്റെയും ആ മൊഡ്യൂളിൻ്റെയൊക്കെ ഹാൻഡ്ലേഴ്സായിട്ട് മൻസൂറിനും ഹാഷിമെന്നും പറഞ്ഞ് 2 പേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും കാണാൻ കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇവർ ടർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു, ടർക്കിയിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ടർക്കി വന്നു. അല്ല, ടർക്കിയിൽ ഇവർ പോയിട്ട് ട്രെയിനിങ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടർക്കി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ടർക്കിയുടെ ഒരു ഇതായിരിക്കണമെന്നില്ല. ടർക്കിയിൽ ഈ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളുടെ എക്സ്റ്റൻഷൻ ഇപ്പോൾ ടർക്കിയിലുണ്ട്. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കൾ ടർക്കിയുമായി ഉള്ളൊരു ബന്ധം ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ മൊഡ്യൂളുകൾ ഇവിടെ തായ്ലൻഡ് അങ്ങനെയുള്ള ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിൽ ഉണ്ട് എന്ന് വരുന്നുണ്ട്. അവിടെ കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അറിയാമല്ലോ. ലാവോസ്, കംബോഡിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മഴക്കാടുകളുടെ നാടാണ് ഇതെല്ലാം. അവിടെ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ബംഗ്ലാദേശ് പോലുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. ഇന്ത്യക്കകത്ത് പല മൊഡ്യൂളുകൾ, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തനത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെ, അതിൻ്റെ അകത്ത് നമ്മളൊരു 9 ബ്രഹ്മോസ് പാകിസ്ഥാനിലോട്ട് വിട്ടായിരുന്നു. അവർക്കുണ്ട് ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്ന അങ്ങനെയായിരുന്നു. അതിന് പ്രതികാരം ചെയ്യണമെന്നാണ് അവരുടെ വ്യാമോഹം. അത് വെറും മോഹം മാത്രമായിട്ടേ ഇരിക്കത്തേ ഉള്ളൂ. ശരി, 9 പകരം അതിനപ്പുറം ചിലപ്പോൾ പോയേക്കും. ശരി.